കുട്ടികളെ ഭൂമിയിൽ ഏകദേശം 18 ലക്ഷം സ്പീഷീസുകൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ എണ്ണം കോടികളായിരിക്കാം. ഇത്രയും ലിവിംഗ് ഓർഗനിസംസിനെ എങ്ങനെ പഠിക്കും? അതുകൊണ്ടാണ് സയന്റിസ്റ്റ്സ് ഒരു ബുദ്ധിപരമായ മാർഗം ഉപയോഗിച്ചത്. അതാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്നത് ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് അടിസ്ഥാനമാക്കി ലിവിംഗ് ഓർഗനിസംസിനെ കൺവീനിയന്റ് കാറ്റഗറീസായി ഗ്രൂപ്പ് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന്, ഡോഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാറ്റ് അല്ല, ഡോഗിന്റെ ചിത്രം തന്നെയല്ലേ വരുന്നത്? ആൽസേഷ്യൻ എന്ന് പറഞ്ഞാലോ? അതും നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. മാമൽസ് എന്ന് കേൾക്കുമ്പോൾ എക്സ്റ്റേണൽ ഇയേഴ്സും ബോഡി ഹെയറും ഉള്ള ആനിമൽസിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്ലാന്റ്സിലും അതുപോലെ തന്നെയാണ്. വീറ്റ് എന്ന് കേൾക്കുമ്പോൾ റൈസ് അല്ല, വീറ്റ് പ്ലാന്റ് തന്നെയാണ് മനസ്സിൽ വരുന്നത്. ഡോഗ്, കാറ്റ്, മാമൽസ്, വീറ്റ്, റൈസ്, പ്ലാന്റ്സ്, ആനിമൽസ് ഇവയെല്ലാം പഠനത്തിനായി ഉപയോഗിക്കുന്ന കൺവീനിയന്റ് കാറ്റഗറീസാണ്. ബയോളജിയിൽ ഈ കാറ്റഗറീസിനെ സയന്റിഫിക് ആയി വിളിക്കുന്നത് ടാക്സ എന്നാണ്. പക്ഷേ എല്ലാ ടാക്സകളും ഒരേ ലെവലിലല്ല. ഡോഗ് ഒരു മാമലാണ്, മാമൽ ഒരു ആനിമലാണ്. അതായത് ഡോഗ്, മാമൽ, ആനിമൽ ഇവ ടാക്സ ആണെങ്കിലും അവ വ്യത്യസ്ത ലെവൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഡോഗ്നേക്കാൾ വലിയ കാറ്റഗറി ഏതാണ്? മാമലിനേക്കാൾ വലിയ കാറ്റഗറി ഏത്? അടുത്ത വീഡിയോയിൽ ടാക്സനോമിക് ഹൈറാർക്കി കണ്ടുപിടിക്കാം. +1 ബയോളജി എളുപ്പത്തിൽ പഠിക്കണമെങ്കിൽ എൻ ബയോളജി അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.